Hello everyone. Common Entrance Examination CUET UGയുടെ ആപ്ലിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫെബ്രുവരി 9-ന് തുടങ്ങിയിരിക്കുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിന്റെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം മാർച്ച് 12-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം. സോ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുക. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, എന്താണ് കുവൈറ്റ്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ലൈക്ക് ഹൈദരാബാദ്, ഇങ്ങനെ വരുന്ന 44ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് ഓട്ടോണോമസ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളും കൂടി ചേർന്ന് 130ഓളം യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കുവൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കുന്നതിന് വേണ്ടിയുള്ള മികച്ച അവസരമാണ് നമ്മളെ തേടി വന്നിരിക്കുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കുന്ന കുവൈറ്റ് ഒരുപാട് സ്ട്രീമുകളിലേക്കുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന മെയ് 21 തൊട്ട് 31 വരെയാണ് പരീക്ഷകൾ നടക്കുന്നത്. ഓൾറെഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഏതെങ്കിലും ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ബിക്കോസ് ഈ വരുന്ന 15-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ നമുക്ക് എഡിറ്റിങ്ങിനുള്ള അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ് കറക്ഷൻ വിൻഡോ. എങ്ങനെയാണ് എക്സാമിനേഷൻ പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവെ നമ്മുടെ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. സെക്ഷൻ എ ലാംഗ്വേജിന് വേണ്ടിയുള്ളതാണ്. അതിൽ 13ഓളം ലാംഗ്വേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മെയിൻ ഡൊമൈനെ പറ്റി സൂചിപ്പിക്കുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് കോഴ്സുകളിലേക്കാണോ നിങ്ങൾ UG അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഡൊമൈൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. സയൻസ് കാര്യം മാത്രമല്ല, ആർട്സിലുള്ളവരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൊമൈൻ ആണ് നമ്മൾ അതിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. സെക്ഷൻ 3യിലേക്ക് വരുമ്പോൾ അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ലൈക്ക് ജനറൽ നോളജ് ഉണ്ടാവും, റീസണിങ് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും, മാത്തമെറ്റിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും സെക്ഷൻ 3യിൽ കാണാൻ കഴിയുക. സെക്ഷൻ 1 നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് ആണ്. അതിൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 50-ൽ 40 ചോദ്യങ്ങളാണ് നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യേണ്ടത്. സെക്ഷൻ 2 നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡൊമൈൻ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വാരീസ്. കാരണം ഒന്നുകിൽ 50-ൽ 45 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 40-ൽ 35 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്ന സെക്ഷൻ 3യിൽ ആകെ ഉണ്ടാകുന്നത് 60 ചോദ്യങ്ങളാണ്. അതിൽ 50 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു കുട്ടിക്ക് മാക്സിമം 10 സബ്ജക്ട് വരെ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. കാരണം കെമിസ്ട്രി മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളും കൂടി, മറ്റ് UG എക്സാമിനേഷൻസ് കൂടി എഴുതാൻ താല്പര്യം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് യുവർ ചോയ്സ്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഇനീഷ്യലി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. വാലിഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ അഡ്രസ്സും മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവും. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫീസ് പേയ്മെന്റ് ആണ്. ഫീ പേ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ലിങ്കിലൂടെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ ഞങ്ങൾ പിൻ ചെയ്ത് വെക്കാം. സോ ഗോ ടു ദ ലിങ്ക് ആൻഡ് രജിസ്റ്റർ. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് കുവൈറ്റ് 2023 എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.